ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ ആൻഡ് വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ജ്വല്ലറി മേക്കിംഗ് വീഡിയോ ആയിട്ടാണ്. 3 ടൈപ്പ് DIY ഇയറിങ്സ് ആണ് നമ്മളിന്ന് ചെയ്യാൻ പോണത്. നമ്മുടെ ചാനലിലെ ഫസ്റ്റ് ഇയറിങ്സിൻ്റെ വീഡിയോ ആയതുകൊണ്ട് ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കണ്ടു നോക്കണേ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്ന ബീഡ്സ് എല്ലാം തന്നെ ഞാൻ പഴയ ഡ്രസ്സിൽ നിന്നും അതുപോലെ മാല പൊട്ടിയിട്ട് അതിൽ നിന്ന് കളക്ട് ചെയ്ത് വെച്ചിരുന്ന ബീഡ്സൊക്കെയാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെയൊക്കെ ചുരിദാറിൻ്റെ നെക്ക് ഡിസൈനിലും അതുപോലെ കുട്ടികളുടെ ഫ്രോക്സിലൊക്കെ നല്ല ഭംഗിയുള്ള ബീഡ്സ് പിടിപ്പിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ പൊട്ടിപ്പോവാണെന്നുണ്ടെങ്കിൽ നമ്മളത് കളക്ട് ചെയ്ത് വെച്ചാൽ പിന്നെ നമുക്ക് ഇതുപോലെ നല്ല ഭംഗിയുള്ള ഇയറിങ്സ് ആക്കിയിട്ട് അത് മാറ്റാം. അപ്പോൾ നമുക്ക് ഈ ഇയറിങ്സ് ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ബേസിക്കായിട്ട് നമുക്കിതിനായിട്ട് വേണ്ടത് ഹെഡ് പിൻസും ഐ പിൻസും പിന്നെ ജംപ് റിങ്സ് ആണ്. പിന്നെ നമുക്ക് വേണ്ടത് ജ്വല്ലറി മേക്കിംഗ് ടൂൾസ് ആണ്. ആദ്യം ഞാനിവിടെ കാണിക്കുന്നത് ഐ പിന്നാണ്. ഇതുപോലെയാണ് ഐ പിൻ ഉണ്ടാവുക കാണാനായിട്ട്. ഇതുപോലെ ചെറിയൊരു ലൂപ്പ് ഉള്ളതാണ് ഐ പിൻ. ഇനി ഇത് ഹെഡ് പിൻസ് ആണ്. ഹെഡ് പിൻസ് പറഞ്ഞാൽ നമ്മുടെ സാധാരണ ചെറിയ ആണിയുടെ പോലെ ആയിരിക്കും കാണാനായിട്ടുണ്ടാവുക. ഇതുപോലെ ചെറിയൊരു സ്റ്റോപ്പർ ഉണ്ടാവും എൻഡിങ്ങിൽ. അപ്പോൾ നമ്മൾ ബീഡ്സ് കോർത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ താഴേക്ക് പോകാതിരിക്കാനായിട്ട് ഇതുപോലൊരു സ്റ്റോപ്പർ പോലെ ഉണ്ടാവും. പിന്നെ നമുക്ക് വേണ്ടത് ജംപ് റിങ്സ് ആണ്. ജംപ് റിങ്സ് ഞാനിവിടെ സിൽവർ കളറിലുള്ളതാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ സാധാരണ ജ്വല്ലറി മേക്കിംഗ് ടൂൾസ്, കട്ടർ, പ്ലെയർ ഒക്കെയാണ് വേണ്ടത്. അപ്പോൾ നമുക്കിനി ഫസ്റ്റ് ഇയറിങ്സ് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു ഹെഡ് പിന്നാണ്. ഇതുപോലെ ഒരു ഹെഡ് പിൻ എടുത്ത് പിടിക്കുക. ഇനി ഇതിലേക്ക് ഒരു മെറ്റൽ ബീഡാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ ഇയറിങ്സിനായിട്ട് ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന 3 ബീഡ്സും എനിക്ക് മാലയിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. ഇതുപോലൊരു മെറ്റൽ ബീഡ് ഇട്ട് കൊടുത്തു. അതിനുശേഷം ഒരു ഫ്ലവർ ബീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ചെറിയൊരു ബ്ലാക്ക് കളർ ബീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ ഹെഡ് പിന്നിൽ ഇത്ര സ്പേസേ ഉള്ളൂ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു പ്ലയർ വെച്ചിട്ട് നമ്മൾ ഏറ്റവും അറ്റത്ത് ഇട്ട് കൊടുത്തിരുന്ന ബീഡില്ലേ അതിൻ്റെ തൊട്ടടുത്തായിട്ട് പ്ലയർ വെച്ച് പിടിക്കുക. എന്നിട്ട് പതുക്കെ ഒന്ന് ഇതുപോലെ ബെൻഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആ ഹെഡ് പിൻ്റെ ഏറ്റവും എഡ്ജിൽ ഇതുപോലെ പ്ലയർ വെച്ച് പിടിച്ചിട്ട് റിവേഴ്സായിട്ട് ഇതുപോലെ മടക്കുക. അപ്പോൾ അവിടെ ഒരു ലൂപ്പ് ഫോം ചെയ്യും. കണ്ടോ, ഇതുപോലെ നമുക്ക് പ്ലെയർ വെച്ചിട്ടൊരു ലൂപ്പ് ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് നമ്മുടെ പ്ലെയർ വെച്ച് ഇതുപോലെ ഒന്ന് സ്ട്രെയിറ്റ് ആക്കി കൊടുക്കാം. കണ്ടോ, ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഫസ്റ്റ് പെയർ ഇയറിംഗ് റെഡി ആയിട്ടുണ്ട്. ജസ്റ്റ് 2 മിനിറ്റിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു ഇയറിംഗ് ആണിത്. കണ്ടോ, ഇപ്പോൾ നമ്മൾ ചെയ്ത പോലെ തന്നെ വേറൊന്നും കൂടെ നമുക്ക് ഇതുപോലെ റെഡിയാക്കി എടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ഇയർ ഹുക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഇതാണ് ഇയർ ഹുക്ക്. ഇത് റെഡിമെയ്ഡ് വാങ്ങിയതല്ല കേട്ടോ, ഇത് ഞാൻ ഉണ്ടാക്കിയതാണ്. ഇതിൻ്റെ വീഡിയോയും കൂടെ ഞാൻ കാണിക്കുന്നുണ്ട് ഇതിൽ. കണ്ടോ, നമ്മുടെ ഫസ്റ്റ് ഇയറിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഇയറിംഗ് ആണ്. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഇയറിംഗ് ആണ്. ഇനി നമുക്ക് അടുത്ത ഇയറിങ്സ് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ഇനി നമുക്ക് വീണ്ടും ഒരു ഹെഡ് പിൻ എടുക്കാം. ഇനി ഇതിലേക്ക് ചെറിയൊരു മെറ്റൽ ബീഡാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം ഒരു ബ്ലാക്ക് ബീഡ് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് ഒരു പിങ്ക് കളർ ബീഡാണ് ഇട്ട് കൊടുക്കുന്നത്. അതായത് ബ്ലാക്ക് നമ്മളിട്ടില്ലേ അതിനേക്കാളും കുറച്ച് വലിപ്പമുള്ള ഒരു ബീഡാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം വീണ്ടും നമ്മൾ നേരത്തെ ഇട്ട സെയിം അതേ ബീഡ് തന്നെ ബ്ലാക്ക് കളറിലുള്ളത് ഇട്ട് കൊടുക്കാം. ഇനി വീണ്ടും നമ്മൾ ഏറ്റവും ആദ്യം ഇട്ട മെറ്റൽ ബീഡ് തന്നെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ നമ്മൾ ഫസ്റ്റ് ഇയറിംഗിൽ ചെയ്ത പോലെ തന്നെ ഇതുപോലെ ഏറ്റവും അറ്റത്ത് നമ്മളിട്ട ബീഡിൻ്റെ തൊട്ട് മുകളിലായിട്ട് പ്ലയർ വെക്കുക. എന്നിട്ട് ഇതുപോലെ പതുക്കെ ഒന്ന് സൈഡിലേക്ക് ബെൻഡ് ചെയ്യുക. എന്നിട്ട് വീണ്ടും പ്ലയർ പതുക്കെ ഇങ്ങനെ പിടിച്ച് ഇതുപോലെ ഒരു ലൂപ്പ് ഉണ്ടാക്കി കൊടുക്കാം. കണ്ടോ, ഇതുപോലെ ആയിരിക്കും നമുക്ക് കിട്ടുക. ഇനി നമുക്ക് ഒരു ജംപ് റിങ് എടുത്തിട്ട് ഇപ്പം നമ്മൾ ചെയ്തെടുത്ത ആ ബീഡ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി വീണ്ടും ഒരു ഹെഡ് പിൻ എടുക്കുക. എന്നിട്ട് അതിലേക്ക് ഇതുപോലെ 3 ബീഡ്സാണ് എടുത്തിരിക്കുന്നത്. ആദ്യം ഒരു ബ്ലാക്ക് ബീഡ് ഇടുക. പിന്നെ ഒരു ചെറിയ പിങ്ക് ബീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും നമ്മൾ ഫസ്റ്റ് ഇട്ട് അതേപോലത്തെ ബ്ലാക്ക് ബീഡ് ഇട്ട് കൊടുക്കുക. കണ്ടോ, ഈ രീതിയിൽ ബീഡ്സ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് പ്ലയർ വെച്ച് ഈ ഹെഡ് പിൻ്റെ കുറച്ച് ഭാഗം നമുക്കിതുപോലെ കട്ട് ചെയ്ത് കളയാം. ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ പ്ലയർ വെച്ച് ഇതുപോലെ സൈഡിലേക്ക് ഒന്ന് ബെൻഡ് ചെയ്തിട്ട് വീണ്ടും റിവേഴ്സ് ഇതുപോലെ എടുത്തിട്ട് ഒരു ലൂപ്പ് ഉണ്ടാക്കി കൊടുക്കാം. കണ്ടോ, ഇപ്പോൾ നമ്മൾ ചെയ്ത ഈ ഒരു മോഡൽ ബീഡ്
ഒരെണ്ണം കൂടെ നമുക്ക് ചെയ്തെടുക്കാനുണ്ട്. അതിനായിട്ട് വീണ്ടും ഒരു ഹെഡ് പിൻ എടുക്കാം. ഇനി ഇതിലേക്ക് വീണ്ടും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു ബ്ലാക്ക് ബീഡ് ഇട്ടിട്ട് അതിനുശേഷം ഒരു പിങ്ക് ബീഡും പിന്നെ ഒരു ബ്ലാക്ക് ബീഡും കൂടി ഇട്ടിട്ട് കുറച്ച് പോർഷൻ നമ്മുടെ ഹെഡ് പിന്നിൻ്റെ കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് ഇതുപോലെ തന്നെ ലൂപ്പ് ഉണ്ടാക്കിയെടുക്കാം. കണ്ടോ, ഇതുപോലെ ഒരു ബീഡും കൂടെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഒരു ബീഡ് ജംപ് റിങ്ങിൽ ഇട്ട് വെച്ചിരുന്നു. അതെടുത്തിട്ട് അതിൻ്റെ രണ്ട് സൈഡിലേക്കുമായിട്ട് ഇപ്പം നമ്മൾ ചെയ്ത 2 ബീഡ്സ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ജംപ് റിങ് ഇതുപോലെ പ്ലയർ വെച്ചൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, രണ്ടാമത്തെ ഇയറിങ്ങും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഈ ജംപ് റിങ്ങിലേക്ക് നമ്മുടെ ഇയർ ഹുക്ക് ഫിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ രണ്ടാമത്തെ ഇയറിങ്ങും കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ഇതുപോലെ ഒരെണ്ണം കൂടെ റെഡിയാക്കി എടുക്കാനുണ്ട്. അപ്പോൾ ഞാനിവിടെ ഇതുപോലത്തെ തന്നെ ഒരെണ്ണം നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നമ്മുടെ ഇയറിങ്സിലേക്ക് ഇയർ ഹുക്ക് ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ ആയിരിക്കും നമ്മുടെ ഇയറിങ്സ് കാണാനായിട്ടുണ്ടാവുക. കണ്ടോ, സെൻറ്ററിൽ നമ്മൾ ഏറ്റവും ആദ്യം ചെയ്ത വലിയ ബീഡും 2 സൈഡിലായിട്ട് ചെറിയ ബീഡ്സുമാണ് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഞാൻ അടുത്തതായിട്ട് എങ്ങനെയാണ് ഇയർ ഹുക്സ് നമുക്ക് റെഡിയാക്കാമെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ റെഡിമെയ്ഡായിട്ട് ഇയർ ഹുക്സ് നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും. പക്ഷേ നമ്മുടെ അടുത്ത് അത് കഴിഞ്ഞു പോയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഐപിൻസ് വെച്ചിട്ട് എങ്ങനെ ചെയ്യാമെന്നാണ് കാണിക്കുന്നത്. ഇവിടെ ഞാൻ പ്ലെയർ വെച്ച് തന്നെയാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പെന്നോ പെൻസിലോ യൂസ് ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഐപിൻ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് പിടിച്ചിട്ട് പ്ലെയറിൻ്റെ മേലെ അതിൻ്റെ മിഡിൽ ഭാഗം വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചിട്ട് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇതുപോലെ ഒരു ഹുക്ക് ഫോം ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഐപ്പിൻ്റെ എൻഡിൽ പതുക്കെ ഇതുപോലെ പ്ലയർ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഇതുപോലെ ബെൻഡ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇത്രയേ ഉള്ളൂ, ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. കണ്ടോ, ഇതുപോലെ നമുക്ക് ഹുക്ക് റെഡിയാക്കി എടുക്കാം. ഒരെണ്ണം കൂടെ ഞാൻ ചെയ്യുന്നത് കാണിച്ചു തരാം. ആദ്യം ഇതുപോലെ ഐപ്പിൻ എടുക്കാം. എന്നിട്ട് അത് പ്ലയറിൻ്റെ മേലെയായിട്ട് ഇതുപോലെ വെക്കുക. ഏകദേശം സെൻറ്റർ വരുന്ന രീതിയിൽ വേണം വെക്കാനായിട്ട്. എന്നിട്ട് 2 സൈഡിലേക്കും ഇതുപോലെ നമുക്ക് കൈവച്ച് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് പ്ലയർ വെച്ചിട്ട് നമുക്ക് അതിൻ്റെ എൻഡിൽ പതുക്കെ ഇതുപോലെ ഒന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, 2 ഇയർ ഹുക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് ഇയറിംഗ് എങ്ങനെയാണ് റെഡിയാക്കാൻ നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ഹാർട്ട് ഷേപ്പിലുള്ള ബീഡാണ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു ഐപ്പിൻ എടുത്തിട്ട് ഇതുപോലെ ആ ബീഡ് കോർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു പ്ലയർ വെച്ചിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ അത് ഇതുപോലെ ബെൻഡ് ചെയ്തിട്ട് ഒരു ലൂപ്പ് ഉണ്ടാക്കാം. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ ഇയറിങ്സിനായിട്ട് 3 ലോറിയൽസ് വേണം. അതിനായിട്ട് ആദ്യം ഒരു ഹെഡ് പിൻ ഇതുപോലെ എടുക്കുക. എന്നിട്ട് ഒരു ബ്ലാക്ക് ക്രിസ്റ്റൽ ബീഡ് ഇതുപോലെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഈ ഹെഡ് പിന്നിൻ്റെ പകുതി പോർഷൻ നമുക്ക് ഇതുപോലെ പ്ലയർ വെച്ച് കട്ട് ചെയ്ത് കളയാം. ഈ ഹെഡ് പിന്നിൻ്റെ പകുതി ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി ബാക്കിയുള്ള ഭാഗം ഇതുപോലെ കയ്യിൽ പിടിച്ചിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ആ ഹെഡ് പിൻ പതുക്കെ ഇതുപോലെ ബെൻഡ് ചെയ്തിട്ട് നമുക്ക് ലൂപ്പ് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് നമ്മൾ പ്ലയർ വെച്ചിട്ട് ഡയറക്റ്റായിട്ട് അതിൻ്റെ എൻഡിൽ പിടിച്ചിട്ട് താഴേക്ക് ബെൻഡ് ചെയ്തിട്ടാണ് ലൂപ്പ് ഉണ്ടാക്കുന്നത്. കണ്ടോ, ഇതുപോലെയാണ് നമ്മൾ ഹെഡ് പിൻസ് വെച്ചിട്ട് ലോറിയൽസ് ഉണ്ടാക്കുന്നത്. വീണ്ടും ഒരു ഹെഡ് പിൻ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു ബീഡ് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ പകുതി ഇതുപോലെ കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് പ്ലെയർ വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ബെൻഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു ലൂപ്പ് ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ നമുക്ക് 3 ലോറിയൽസ് വേണം. അപ്പോൾ ഞാൻ ഇതുപോലെ 3 ലോറിയൽസ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു ഐപ്പിൻ എടുത്തിട്ട് അതിൻ്റെ ഹുക്ക് പതുക്കെ ഇതുപോലെ ഒന്ന് പ്ലെയർ വെച്ച് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കിയ 3 ലോറിയൽസും കൂടി ഇട്ടിട്ട് ഇതൊന്ന് പ്ലെയർ വെച്ച് ക്ലോസ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്ത 3 ലോറിയൽസും കൂടെ ഐ പിന്നിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഐ പിന്നിലേക്ക് ഒരു ബ്ലാക്ക് ബീഡ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതിന് ശേഷം ഞാൻ വേറൊരു ബീഡ് ഇട്ട് കൊടുക്കുകയാണ്. ഇതുപോലെ ഒരു ഫ്ലവർ ഡിസൈനുള്ളൊരു ബീഡാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് പ്ലയർ വെച്ചിട്ട് ചെറുതായിട്ട് ഇതൊന്ന് ഇതുപോലെ ബെൻഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച ഹാർട്ടിൻ്റെ ബീഡ് ഉണ്ടല്ലോ, അതെടുത്തിട്ട് അതിൻ്റെ ഐ പിന്നും ഇതും തമ്മിൽ കണക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ പതുക്കെ ഒന്ന് ബെൻഡ് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച ഹാർട്ട് ഷേപ്പിൻ്റെ ബീഡ് എടുത്തിട്ട് ഇതുപോലെ അതിൻ്റെ ഉള്ളിൽ കൂടി എടുത്തിട്ട് കണക്ട് ചെയ്ത് കൊടുത്തിട്ട് ഇത് പ്രസ് ചെയ്തിട്ട് ക്ലോസ് ചെയ്യാം. അതുപോലെ നമുക്ക് ഐ പിന്നും ഹെഡ് പിന്നും തമ്മിൽ കണക്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിനുശേഷം ഈ ഹാർട്ട് ഷേപ്പ് ബീഡിൻ്റെ മേലെയുള്ള ലൂപ്പിലേക്ക് ഒരു ഇയർ ഹുക്കും കൂടെ കണക്ട് ചെയ്ത് കൊടുക്കാം. കണ്ടോ, അപ്പോൾ നമ്മുടെ 3ാമത്തെ ഇയറിങ്ങും കംപ്ലീറ്റ് ആയി. ഇനി ഇതുപോലെ നമുക്ക് വേറെ ഒരെണ്ണം കൂടെ ചെയ്തെടുക്കാം. കണ്ടോ, കാണാൻ നല്ല ഭംഗിയില്ലേ? ഇതുപോലെ നമ്മൾ നമ്മുടെ ഡ്രസ്സിൽ നിന്നോ അല്ലെങ്കിൽ മാലയിൽ നിന്നോ ഒക്കെ കിട്ടുന്ന ബീഡ്സ്, അതായത് നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷേപ്സും കളേഴ്സും അതുപോലെ നല്ല ഗ്ലേസിങ്ങുള്ള ബീഡ്സൊക്കെ നമ്മൾ കളക്ട് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് പിന്നീട് ഇതുപോലെ നല്ല ഇയറിങ്സ് ആയിട്ട് മാറ്റിയെടുക്കാം. ഇതുപോലെ നമുക്ക് ഐ പിൻസും ഹെഡ് പിൻസും അതുപോലെ ജംപ് റിങ്സൊക്കെ യൂസ് ചെയ്തിട്ട് നല്ല ഭംഗിയുള്ള ഇയറിങ്സ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഇയറിങ്സിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയതായിട്ട് നമ്മുടെ ചാനലിലേക്ക് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.